ഹായ് ഓൾ, വാംബിഫൈ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. അതിനു വേണ്ടി 500 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 8 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 500 ഗ്രാം ബീഫിന് 1 കിലോ കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി വെന്ത് കുഴയുന്ന കപ്പയാണ് കേട്ടോ വേണ്ടത്. കപ്പ കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് 10 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ പകുതി ഇഞ്ചി, 1 പിടി കറിവേപ്പില, 6 പച്ചമുളക് എടുത്ത് ക്രഷ് ചെയ്യുക. എരിവ് ഒരല്പം മുന്നിട്ട് നിൽക്കണേ, എന്നാലേ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3 സവാള ഒരൽപ്പം ഉപ്പിട്ട് വഴറ്റുക. നന്നായി വഴറ്റി വന്ന ഉള്ളിയിലേക്ക് 1 തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചതച്ചു വെച്ചിരിക്കുന്ന മിശ്രിതവും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും പിന്നീട് കറിവേപ്പിലയും ചേർക്കണേ. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച ബീഫും ചേർത്തിളക്കി നന്നായിട്ട് വഴറ്റുക. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിളക്കുക. 1 പിടി മല്ലിച്ചപ്പും ഇടുക. വേവിച്ച് വെച്ച കപ്പയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വിളമ്പാവുന്നതാണ്. നന്നായിട്ട് കുഴയുന്ന കപ്പ വേണേ എടുക്കാൻ, അതാണ് ഈ ടേസ്റ്റ് ഉണ്ടാവുക. ബീഫും കപ്പയും നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിലായിരിക്കണം. മസാല ഡ്രൈ ആയി പോകരുത്. കപ്പ ബിരിയാണി ചൂടോടെ നല്ല പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു വീഡിയോയുമായി അപ്പോൾ വീണ്ടും കാണാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.